ഹായ് ഗൈസ്, കണ്ടിട്ട് കൊതിയാവുന്നുണ്ടല്ലേ? കൊതിയൂറും ഈ പലഹാരത്തിൻ്റെ പേര് നുറുക്ക് എന്നാണോ മുറുക്ക് എന്നാണോ പറയേണ്ടതെന്ന് എനിക്ക് ആകപ്പാടെ ഒരു കൺഫ്യൂഷൻ. പണ്ട് തൊട്ടേ ഞങ്ങൾ അവിടെയൊക്കെ നുറുക്ക് എന്നാണ് പറയുക, പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള പേര് മുറുക്ക് എന്നാണ്. പിന്നെ അതെന്താണെങ്കിലും പോട്ടെ, നമുക്ക് എന്തായാലും റെസിപ്പി എന്താണെന്ന് നോക്കാം. പിന്നെ ഉണ്ടല്ലോ, ഈ റെസിപ്പീനെ പറ്റി പറയുന്നതിന് മുന്നേ എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചത് തക്കാളി മുറുക്കേനു, അതായത് നമ്മളെ ടൊമാറ്റോ മുറുക്ക് എന്ന് പറയില്ലേ, ലേസ് മുറുക്ക് എന്നൊക്കെ പറയും ബേക്കറിയിലൊക്കെ കാണുന്നത്. പക്ഷേങ്കിലുണ്ടല്ലോ, ഉണ്ടാക്കി വന്നപ്പോൾ ഇത് നോർമൽ നുറുക്കായിപ്പോയി. എന്ന് വിചാരിച്ച് മോശം പറയാനൊന്നും പറ്റൂല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയും. പക്ഷെ ഉണ്ടാക്കാൻ വിചാരിച്ചതൊന്ന്, ഉണ്ടാക്കി വന്നപ്പോൾ കിട്ടിയതൊന്ന്. അപ്പം അത് ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചതന്നേ ഉള്ളൂ. ഇതിപ്പോൾ എന്താ കഥ? ഓഡിയോ ഒരു വഴിക്ക് പോകുന്നു, വീഡിയോ ഒരു വഴിക്ക് പോകുന്നു. അപ്പം പിന്നെ ഇതിൻ്റെ റെസിപ്പീനെ പറ്റി ഞാൻ പറയണ്ടല്ലേ, അപ്പോൾ വേഗം തന്നെ പറയാം. തുടക്കത്തിലേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചത് തക്കാളി മുറുക്കാണെന്ന്. അപ്പോൾ പിന്നെ തക്കാളി എന്താണെങ്കിലും വേണമല്ലോ. അങ്ങനെ 3 തക്കാളി എടുത്ത് ഞാൻ ചെറുതായിട്ട് വരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്ത്. ഈ വരയിടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളീൻ്റെ തൊലി എളുപ്പത്തിൽ പൊളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അതവിടെ തിളച്ച് മാറ്റി വെച്ച നേരത്തിന് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് കുഴച്ചെടുത്ത്. ഇനി മുറുക്കുണ്ടാക്കാനുള്ള മാവിൻ്റെ കണക്ക് ഞാനൊന്ന് പറയാം. 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് കടലപ്പൊടി. പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: കാശ്മീരി മുളക് പൊടി, ജീരകം, പിന്നെ കറുത്ത എള്ള്, കുറച്ച് ഉപ്പ്, പിന്നെ അതിനുശേഷം ബട്ടർ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച തക്കാളി ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് സ്പൂൺ വെച്ചൊന്ന് കുഴച്ചെടുക്കുക. സ്പൂൺ കൊണ്ട് മാത്രം കാര്യം നടക്കൂല കേട്ടോ, കൈ തന്നെ വേണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളത്തിൻ്റെ അളവ് അതൊരു പ്രധാന ഘടകമാണ്. അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഏകദേശം ഒരു ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ആ ഒരു രീതിയിൽ കുഴച്ചെടുത്താൽ മതി. ഇത് കുഴച്ച് വെച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇത് എന്തെല്ലാം ഉണ്ടാക്കാന്നല്ലേ, നമ്മളെ ഇടിയപ്പം മേക്കറില്ലേ, അതായത് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന സാധനം, അതിൽ നൂൽപുട്ടിൻ്റെ അച്ച് മാറ്റിയിട്ട് ഈ നുറുക്കിൻ്റെ അച്ചിട്ട് കൊടുക്കുക. ഒരു സ്റ്റാർ ഷേപ്പിലുള്ള അച്ചാണ്. അപ്പോൾ അത് മാറ്റിയിട്ടതിന് ശേഷം ഈ മാവ് അതിലേക്ക് വെച്ചിട്ട് നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ നല്ല സിമ്മിൽ വെക്കണം, അല്ലെങ്കിൽ കരിയാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തീ കൂട്ടിയിട്ട് ഇത് കോരിയെടുക്കുക. അധികം വേവൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഓരോരോ ബാച്ചായിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇടുക, കോരിയെടുക്കുക, അങ്ങനെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക. കോരി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മുളക് പൊടിയും ചാട്ട് മസാലയും ഒക്കെ ചേർക്കാം. പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ചേർത്തിട്ടില്ലെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇതൊക്കെ ചേർത്താലായിരിക്കും ആ തക്കാളി മുറുക്കിൻ്റെ ടേസ്റ്റ് വരിക എന്ന്. എന്തുതന്നെയാണെങ്കിലും ഇങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് വീട്ടിൽ ഇത്ര എളുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ബേക്കറിയിൽ നിൽക്കുമ്പോൾ ഇത് വാങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എണ്ണയിൽ നിന്ന് വറുത്ത് കോരി കഴിഞ്ഞാൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ കിട്ടുന്നത്. അതാണ് തുടക്കത്തിൽ ആ കറുമുറ സൗണ്ടൊക്കെ കേട്ടത്. ഇതുപോലെ ഒരു ദിവസം കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു കാലത്തേക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. പിന്നെ ഞാനിടുന്ന ഈ എക്സ്പ്രഷൻ ഒന്നും ആരും മൈൻഡ് ആക്കണ്ട. ഞാൻ ഉണ്ടാക്കിയ സാധനം ഇത്രയും സക്സസ് ആയി വന്നതിന്റെ ഒരു സന്തോഷമാണെന്ന് വിചാരിച്ചാൽ മതി. ഇങ്ങനെ ഈ നുറുക്കുണ്ടാക്കിയിട്ട് ഈ പാത്രം ഒന്ന് കുലുക്കി വെക്കുമ്പോൾ കിട്ടുന്ന സൗണ്ട് ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ എൻ്റെ ഈ മുറുക്കിന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുകയും വേണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.